സ്വീറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 2 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആസാമിൽ നിന്ന് അരുണാചലിലേക്ക് കയറുകയാണ് കേട്ടോ. തവാങ്ങാണ് പോകുന്നത്, പക്ഷേ ഡയറക്റ്റ് തവാങ് ഓടിക്കുകയല്ല. പോകുന്ന വഴി നമ്മൾ ഷേർഗാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് ലക്ഷ്യമാക്കിയിട്ടാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 250 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഗുവാഹട്ടിയിൽ നിന്ന്. അതിൽ ഏകദേശം ഒരു 60 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്ത് ഇപ്പോൾ ഏതോ ഒരു ഹൈവേയിലാണ് കേട്ടോ. ഏത് ഹൈവേ ആണ് പേരെനിക്കറിയില്ല. അപ്പോൾ ഏതൊരു ഹൈവേയുടെ സൈഡിൽ ഇത് കഴിക്കാനൊരു സ്ഥലം കിട്ടിയപ്പോൾ വണ്ടി സൈഡാക്കിയതാണ്. ആകാശം കണ്ടോ, നല്ല ബ്ലൂ കളറായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. ഗുവാഹട്ടി സിറ്റി ലിമിറ്റ്സ് വിട്ടോട് കൂടിയിട്ട് അതൊക്കെ മഴയൊക്കെ മാറി തെളിഞ്ഞു തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒരു താലി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കഴിച്ചിട്ട് വന്നു വിചാരിച്ചു. 10:30 ആയിട്ടുള്ളൂ, 2 മണിക്കൂർ ഇറങ്ങിയിട്ട്, എന്നിട്ട് 60 കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ടിക്കറ്റ് ചേട്ടൻ വന്നു ഭക്ഷണമായിട്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഷേർഗാവണം അല്ലെങ്കിൽ അരുണാചലിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറി. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വണ്ടി നിർത്തിയത്. പക്ഷേ ഇവിടെ പൂരി മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ പൂരി എനിക്ക് വലിയ താല്പര്യമില്ല. നോക്കുമ്പോൾ താലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 10:30 ആയി, അതൊക്കെ താലി കഴിച്ചിട്ട് പോയാൽ പിന്നെ ഇനി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയായിട്ട് കഴിച്ചാൽ മതിയല്ലോ, വയറ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും അടിപൊളി ഒരു താലി ഞാൻ എക്സ്പെക്റ്റേ ചെയ്തില്ല. ചോറ്, പലതരം ദാല്, 2 ദാല്, ഉരുളക്കിഴങ്ങിൻ്റെ 2 തരം തോരൻ, പിന്നെ ഇത് ഇതാന്ന് തോന്നുന്നു കേട്ടോ, മറ്റേ വഴുതനങ്ങയാന്ന് തോന്നുന്നു, പിന്നെ ഒരു രസഗുള പോലത്തെ അങ്ങനത്തെ എന്തൊരു സാധനമുണ്ട്, പിന്നെ എനിക്ക് അറിയാത്ത എന്തൊരു കറിയുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, എന്തോ ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു വെജിറ്റബിളാണ്. തൊടുമ്പോൾ തന്നെ ഞാൻ ചോദിച്ചിട്ട് പറയാം എന്താണ്. പിന്നെ ചോറ്, സാലഡ്, തക്കാളി, നാരങ്ങ ഒക്കെ ആയിട്ട് പപ്പടം ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ചു തുടങ്ങാം, കഴിച്ചിട്ട് അതൊക്കെ ഇറങ്ങാം. ആ വെജിറ്റബിളിൻ്റെ പേരുണ്ടല്ലോ, പോയിന്റഡ് ഗാർഡ്. ഇവിടുത്തെ ആൾക്കാർ അതിനെ പത്തൽ എന്നാണ് പറയണത്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ പോയിന്റഡ് ഗാർഡ് എന്നാണ് എഴുതിക്കണേ. അതിന് മലയാളത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. കാട്ട് വെള്ളരിന്നോ അങ്ങനെ എന്തൊരു സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കാട്ട് വെള്ളരി അല്ലെന്ന് തോന്നുന്നു, വേറെ എന്തൊരു സാധനമാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചിറങ്ങി. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ആകെ 90 രൂപയുള്ളൂ. ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് 90 രൂപയുള്ളൂ. അപ്പോൾ നമുക്കിനി 187 കിലോമീറ്റർ ഉണ്ട് ഷേർഗാവണിലേക്ക്. പല പല സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഹരിസിംഗ, പിന്നെ ഉദൽഗുരി, ഇതൊക്കെ കഴിഞ്ഞ് ഭീംകുണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലം, അതായത് ആസാം അരുണാചൽ ബോർഡറാണ്. ഒരു സൈഡിൽ ഇതുമുണ്ട്, ഭൂട്ടാനും ഉണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൂടെയാണ് നമ്മൾ കയറിയിട്ട് പോകണം. ഇവിടുന്ന് അവിടെ വരെ നല്ല റോഡാണ്, അതായത് ആസാം ബോർഡർ തീരുന്ന വരെ. ഗുവാഹട്ടിയിൽ നിന്ന് തേസ്പൂർ വഴി നമുക്ക് തവാങ് പോകാം കേട്ടോ. അതാണ് ഏറ്റവും നല്ല വഴി. പോകുന്നത് ഒരു വഴിയും തിരിച്ചു വരുമ്പോൾ വേറൊരു വഴിയും, അങ്ങനെ ആ ഒരു കണക്കിലാണ് പോകണം. ഈ വഴിയും കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട്. എന്തായാലും വെതർ നല്ലോണം നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മേഘമൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ ഇരുണ്ട് മൂടിക്കെട്ടി അല്ലെങ്കിൽ മഴ വരുന്ന പോലെയല്ല. മഴ ഉറപ്പായിട്ടും കിട്ടും, അരുണാചലാണ്, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഉറപ്പായിട്ടും മഴ കിട്ടും. അപ്പോൾ ഞാനതിന് പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം, നേരെ വിടാം അരുണാചലിലേക്ക്. ഭയങ്കര രസമുള്ള റൂട്ടാട്ടോ. 2 സൈഡിലും കൃഷിയും പിന്നെ നല്ല റോഡും. പിന്നെ ഇത് മാത്രം ഒരു പ്രശ്നമാണ്, ഓരോ 500 മീറ്റർ കൂടുമ്പോൾ ഇതുപോലെ ഹമ്പുകളും സ്പീഡ് ബ്രേക്കറുകളും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പഞ്ചാബി റൈഡർ വന്നിട്ടുണ്ടായിരുന്നു ഹോസ്റ്റലിൽ. അപ്പോൾ ആൾ പറയായിരുന്നു തവാങ് പോയിട്ട് ആൾ തിരിച്ച് ഈ വഴി യാത്ര വന്നത്. അപ്പോൾ ആകെ ഒരു പ്രശ്നമുള്ളത് ഈ വഴിയിലത്തെ ഹമ്പുകളാണ്. അപ്പോൾ നമുക്കൊരു സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഈ ആസാമിലും പിന്നെ മിസോറാമിലൊക്കെ കാണാം ഇതുപോലെ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ കുളങ്ങൾ കണ്ടോ, ചെറിയ ചെറിയ കുളങ്ങളുണ്ടാവും. ഇത് ഭയങ്കര വലുതാണ്. ഞാൻ പറഞ്ഞത് നീ വരുമ്പോൾ കാണിച്ചു തരാം. ചെറിയ വീടുകളുടെ മുമ്പിൽ ഒരു കിടങ്ങ് പോലെ ഉണ്ടാവും, അതിൻ്റെ അകത്ത് നിറച്ച് വെള്ളം ഉണ്ടാവും. ഇവിടെ കണ്ടോ, കാണാണ്ടോ എനിക്കറിയില്ല. എന്തായാലും അവിടെ ഒരു കിടങ്ങ് പോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പോൾ അവർ കുളിക്കാനും നനയ്ക്കാനും ഒക്കെയുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഈ ഒരു കിടങ്ങിൽ വരുന്ന ആ വെള്ളത്തിൽ നിന്നാണ് എടുക്കുക. ചിലതിൽ നമുക്കിങ്ങനെ താറാവൊക്കെ നീന്തി കളിക്കുന്ന കാണാം. മിക്ക വീടിൻ്റെ ഫ്രണ്ടിലുണ്ടാവും കേട്ടോ. പക്ഷേ ഭയങ്കര രസമുള്ള റൂട്ടാണ്. ആ ഭാഗത്ത് നിറച്ച് കൃഷിയാണ്, നല്ല റോഡ്, പിന്നെന്താ നീലാകാശം, നല്ല നല്ല രസമുള്ളൊരു ഡ്രൈവാണ്. വണ്ടി ഒന്ന് സൈഡാക്കുക കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറോക്സ് കടയുണ്ട്. നമുക്ക് കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കണം. അതായത് അരുണാചലിലേക്ക് കയറുമ്പോൾ ഒരു പെർമിറ്റ് ആവശ്യമുണ്ട്, ILP. അപ്പോൾ ILP ഞാൻ ഓൺലൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കണമെന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ആവശ്യമൊന്നുമില്ല, അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് ആവശ്യമുണ്ട്. അപ്പോൾ അത് എടുത്ത് വയ്ക്കണം. പിന്നെ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അതെടുക്കാമെന്ന് വിചാരിച്ച് വണ്ടി സൈഡാക്കിയതാണ്. ഇവിടെ അങ്ങനെ പോണ വഴിക്കൊരു സെറോക്സിൻ്റെ കട കണ്ടു.
फोटोकॉपी नहीं है, बाहर लिखा है जेरॉक्स। मशीन खराब है, प्रिंट आउट भी नहीं मिलेगा, इसमें से नहीं मिलेगा स्कैन करके। मशीन बिजी है, 10 हो रहा है, कितना टाइम लगेगा? थोड़ा टाइम लगेगा। ഭയങ്കര ദേഷ്യത്തിലാണ് ചേട്ടൻ, അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ട്, തൊട്ട ദൂതോ കാപ്പി. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ, എല്ലാം നല്ലപടിയായിട്ട് നടന്നുപോയി. അപ്പോൾ നമുക്ക് ILP ഇന്നർ ലൈൻ പെർമിറ്റ്, അരുണാചലിൽ കയറുമ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തു വെക്കണം. 3 ദിവസത്തേക്ക് 300 രൂപയും 3 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ 14 ദിവസം വരെ 500 രൂപയാണ് കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ചാർജ്. അപ്പോൾ നാഗാലാൻഡിൽ പോകുമ്പോഴും നമുക്ക് ഈ ILPയുടെ ആവശ്യമുണ്ട്. പക്ഷേ നാഗാലാൻഡിൽ ചിലപ്പോൾ ചോദിച്ചു എന്ന് വരില്ല. പക്ഷേ അരുണാചലിൽ നമുക്ക് എവിടെ ചെക്കിംഗ് ഉണ്ടെങ്കിലും അവിടെയൊക്കെ നമ്മുടെ അടുത്ത് ഈ ഇന്നർ ലൈൻ പെർമിറ്റ് ചോദിക്കും. അപ്പോൾ ഇന്നർ ലൈൻ പെർമിറ്റ് ഇല്ലാതെ അകത്തേക്ക് ഇറങ്ങിയിരിക്കണ്ട. ഈസി പ്രൊസീജിയറാണ്. ജസ്റ്റ് ഗൂഗിളിൽ ILP അരുണാചലിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ലിങ്ക് വരും. ഒരു 10-15 മിനിറ്റ് മാക്സിമം എല്ലാം കൂടി ഫില്ലപ്പ് ചെയ്ത് എടുക്കുള്ളൂ. അപ്പോൾ എല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ ILPയുടെ 2 കോപ്പി, നമ്മുടെ വണ്ടിയുടെ RCയുടെ 2 കോപ്പി, ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പിന്നെ വണ്ടിയുടെ ഇൻഷുറൻസ്. അപ്പോൾ ഇതൊക്കെയാണ് എടുത്തു വയ്ക്കാൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പെരുമാറ്റമായിരുന്നു അവിടുത്തെ ചേട്ടൻ. 2-3 കൊല്ലം അങ്കമാലി, കൊല്ലം ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് വർത്തനൊക്കെ പറഞ്ഞത് അവിടെ നിന്ന് ഇറങ്ങി. ഉദൽഗുരി 62 കിലോമീറ്റർ കേട്ടോ. നമുക്ക് ഉദൽഗുരി പോയിട്ട് അവിടുന്ന് ഒരു ലെഫ്റ്റ് ടേൺ ആണ് എടുക്കേണ്ടത്. അപ്പോൾ അവിടേക്ക് ഇനി 62 കിലോമീറ്റർ ഉണ്ട്. ഉദൽഗുരി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-30 കിലോമീറ്ററിൽ നമ്മൾ ബോർഡറിലേക്ക് എത്തേണ്ടതാണ്. പിന്നെ അവിടുന്ന് ഒരു 80 കിലോമീറ്ററാണ് ഷെർഗാണിലേക്കുള്ള ദൂരം. കുട്ടികളൊക്കെ അതേ സ്കൂളൊക്കെ കഴിഞ്ഞ് പോവുക, കോളേജ് കഴിഞ്ഞ് പോവുക, എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇൻസേർട്ടൊക്കെ ചെയ്തിട്ടാണ്, പെൺകുട്ടികളൊക്കെ ഇൻസേർട്ടൊക്കെ ചെയ്ത് ടൈയൊക്കെ കെട്ടിയിട്ടാണ് പോകുന്നത്. പോയിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ പെട്ടെന്നൊരു തേയിലത്തോട്ടം, ഇതേ നിറച്ചും തേയിലയാണ്. ആ ഭാഗത്തൊരു തേയില പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഇത് മാത്രമല്ല, ഈ തേയിലയുടെ ഇടയിൽ കൂടെ കുരുമുളക് കൃഷി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നട്ടേക്കുന്ന മരങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന മരമല്ല, അത് ആ കാണുന്ന മരങ്ങളിലൊക്കെ കുരുമുളക് വളർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കുരുമുളക് കൃഷിയുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയാൽ ഇങ്ങനെ ബ്രൈറ്റായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതാണ് ആ തേയില ഫാക്ടറി, ആ കാണുന്ന തേയില ഫാക്ടറിയാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താ നഗരി ജൂലി ടീ എസ്റ്റേറ്റ് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. റോസെല്ല ടീ ഡിവിഷൻ ഓഫ് റോസെല്ല ഇന്ത്യ ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണെന്ന് തോന്നുന്നു, അവിടുത്തെ ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ വെയിലിൻ്റെ ആണ് കേട്ടോ ആ ഭംഗി മൊത്തം. ഇത് രസമാണെന്ന് നോക്കിയേ. ശോ, നമ്മളൊരു 1.5 കിലോമീറ്റർ ഉദൽഗിരി എത്തും കേട്ടോ. അപ്പോൾ ഉദൽഗിരി എത്തുന്നതിന് മുമ്പ് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ടാങ്ക് ഫുള്ളാണ്. പക്ഷേ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ കാണുന്നൊക്കെ ഭൂട്ടാൻ്റെയൊക്കെ അല്ലെങ്കിൽ അരുണാചലിൻ്റെയും ഭാഗങ്ങളാണ്. ആ കാണുന്ന മലനിരകളൊക്കെ എനിക്ക് തോന്നുന്നത് ഭൂട്ടാനായിരിക്കണം. അപ്പോൾ അവിടേക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത 2 ദിവസത്തേക്ക് നമുക്കിനി പെട്രോൾ ഉണ്ടാവില്ല. അതായത് നമ്മൾ പോകുന്ന റൂട്ടിൽ പെട്രോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മാക്സിമം നിറച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉദൽഗിരി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുന്ന് അടിക്കാമെന്ന് വിചാരിച്ചത്. भाई फुल कर देना। रात को भी बाइक चलाते हैं क्या? हाँ, रात को भी बाइक चलाते हैं यार? नहीं, शेरगांव तो पहुंच जाएगा ना 6-7 बजे। कभी नहीं गए मैं, इसीलिए पूछा। अच्छा, मैंने बस हो गया. ആ 470 ചില്ലാനം രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കേട്ടോ. 4.8 ലിറ്ററോ എത്ര കയറിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ചോദിക്കുക രാത്രി വണ്ടി ഓടിക്കുമെന്ന്. അപ്പോൾ ഞാൻ പേടിച്ചു പോയി പെട്ടെന്ന്, ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അരുണാചലിൽ രാത്രി വണ്ടി ഓടിക്കണമൊക്കെ ഭയങ്കര റിസ്ക്കിയാണ്. കാരണം ഇവിടുത്തെ ട്രൈബ്സ് ചിലവരൊന്നും അത്ര ഫ്രണ്ട്ലി ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലത്ത് ചില ഏരിയയിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന ഏരിയയിൽ അങ്ങനെ പ്രശ്നമൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ആളങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ പ്രശ്നമുള്ള ഏരിയ ആണോ എന്ന് വിചാരിച്ചു. പക്ഷേ ആളിതുവരെ പോയിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാൽ അത്ര. വെസ്റ്റ് കാമേങ് എന്ന് പറഞ്ഞിട്ടുള്ള അരുണാചലിൻ്റെ ഒരു ഡിസ്ട്രിക്റ്റിലേക്കാട്ടോ നമ്മളിന്ന് കയറാൻ പോകണേ. അപ്പോൾ ഈ കാമേങ് റീജിയൻ, അതായത് അരുണാചലിൻ്റെ മാപ്പ് നോക്കുമ്പോൾ ഭൂട്ടാനോട് ചേർന്ന് നടക്കുന്ന ഇടത്തെ ഭാഗത്ത് കാണുന്ന ഡിസ്ട്രിക്റ്റാണ് വെസ്റ്റ് കാമേങ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് മോൺപ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൈബാണ് കേട്ടോ. അപ്പോൾ ഈ മോൺപ ട്രൈബ് ഏകദേശം 10-50,000 പേരുടെ ഉണ്ട് ഇവരുടെ പോപ്പുലേഷൻ ഈ കാമേങ് റീജിയനിൽ. വെസ്റ്റ് കാമേങ് ഉണ്ട്, ഈസ്റ്റ് കാമേങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇടത്തും കൂടി 10-50,000 കൂടുതലാണ് ഇവരുടെ പോപ്പുലേഷൻ. അപ്പോൾ ഈ മോൺപയുടെ ഭക്ഷണ രീതികൾ, അവരുടെ കൾച്ചറൊക്കെ അരുണാചലിലെ മറ്റ് ട്രൈബ്സിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ അരുണാചലിൽ എത്ര ട്രൈബ്സ് ഉണ്ട് എന്ന് അരുണാചലികൾക്ക് പോലും അറിയില്ല, കാരണം അത്രയും ട്രൈബ്സാണ് കേട്ടോ അരുണാചലിലുണ്ട്.
ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇത്രയും ചെറിയൊരു ഏരിയയിൽ ഇത്ര നമ്പർ ഓഫ് ട്രൈബ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഇന്തോനേഷ്യയിലൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷേ നമുക്ക് വേണമെങ്കിൽ അരുണാചലിനെ ഇന്തോനേഷ്യ ആയിട്ട് കമ്പയർ ചെയ്യാം. അത്രയും ട്രൈബ്സ് ഉണ്ട് അരുണാചലിൽ കേട്ടോ. അപ്പോൾ ഇതിൽ ചില ആൾക്കാർ പ്രശ്നക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഈ പോകുന്ന റീജിയണൊക്കെ ഇപ്പോൾ ഈ മോൺപയുള്ള ആൾക്കാർ അവരൊക്കെ കുറച്ചും കൂടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ട്രൈബാണ്. പക്ഷേ ഇപ്പോൾ സേപ്പ എന്നൊക്കെ പറഞ്ഞൊരു ഭാഗമൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാണ് അവിടുത്തെ ട്രൈബ്സൊക്കെ. അപ്പം ആ ഭാഗമൊക്കെ സൂക്ഷിച്ച് പോകണം. അപ്പോൾ എന്തായാലും നമ്മളിത് ഓൾമോസ്റ്റ് ഭൂട്ടാൻ ബോർഡറിൻ്റെ ഭാഗത്തേക്ക് എത്തി തുടങ്ങി കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് അരുണാചലിലേക്ക് കയറുക. നീ കിടന്ന റോട്ടിൽ നിന്ന് ചെല്ല് കാണും കൂടി ഇല്ല. പോ മാറി നീ കിടക്ക്. റോട്ടിൽ കിടന്ന് ആരും കാണും കൂടി ഇല്ല. കവർ കിടക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 ആട്ടുംകുട്ടികൾ ഈ റോട്ടിലേക്ക് തിരിഞ്ഞ പിന്നെ ഉണ്ടല്ലോ, 3rd ഗിയർ വിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതുപോലെയാണ് ഹമ്പ് ഉണ്ടാക്കി വെച്ചേക്കണേ. ഓരോ 50 മീറ്റർ കൂടുമ്പോഴാണ് ഇതേ വണ്ടിയുടെ അടി ഇടിച്ചു. ഇതേ കേല്. ആഹാ, മലയാളിയാണോ? കേല് കണ്ടോണ്ട് എന്താ ചോദിച്ച? തവാങ്ങ്. നിങ്ങളെവിടെയാ സ്ഥലം? കണ്ണൂർ. ശരി കേട്ടോ, ഞാൻ തൃശ്ശൂർ. ശരി. അവർ പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പേടിച്ചു പോയി തോന്നണു. ഞാൻ അങ്ങനെ വണ്ടി സൈഡാക്കിയപ്പോൾ ഇവനെന്താ നിർത്താൻ പറയണേന്നുള്ള പോലെ. അപ്പോൾ കണ്ണൂർക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിറച്ചും ഹമ്പാണ്. ഹമ്പില്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ് എത്തായിരുന്നു. ആസാമിൽ നിന്ന് അരുണാചലിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ആ കാണുന്നൊക്കെ അരുണാചലിൻ്റെ ഭാഗങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹിമാലയൻ പ്ലെയിൻസിലാണ് നമ്മളിപ്പോൾ. ഇവിടുന്ന് അങ്ങനെ നമ്മൾ ഹിമാലയത്തിലേക്ക് കയറാൻ പോവാണ്. ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ആ കാണുന്നതൊക്കെ ഭൂട്ടാനാണ്, ആ ഒരു ഭാഗം കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് ആ ബോർഡർ കൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ എന്തോ ഒരു തോട് പോലെ പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തുള്ള ആ കുന്നുകളൊക്കെ നിറച്ച് അതൊക്കെ ഭൂട്ടാനാണ്. ഈ കാണുന്നൊക്കെ അരുണാചലാണ്. ഭൂട്ടാൻ 1/2 കിലോമീറ്റർ ഭൈരവ് കുണ്ട്. അപ്പോൾ നമ്മൾ ഭൈരവ് കുണ്ട് എത്തി. പിന്നെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, അത് കാണാനില്ല. അപ്പോൾ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭൂട്ടാൻ ഭാഗത്തേക്ക് പോകാം. അതിൻ്റെ ആ ഗേറ്റിലേക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അധികം ദൂരമില്ല, ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. ഭൂട്ടാൻ ഗേറ്റ് കാണാം. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഇന്ത്യ. അപ്പോൾ അവിടെ ഒരു വലിയ കവാടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ വരെ വന്നാൽ കേട്ടോ, അങ്ങോട്ട് കിടക്കുന്നില്ല. അവിടെ ആർമിയൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കങ്ങനെ കറങ്ങിപ്പോകാം. കണ്ടോ, ഒരു തോട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്താണ് ആ കാണുന്നതാണ് ഭൂട്ടാൻ. നമുക്ക് അരുണാചലിലേക്ക് പോവാം. ഇവിടെ ഒരു പാലമുണ്ട്. ഈ പാലം കിടക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ അരുണാചലിലേക്ക് കയറുക കേട്ടോ. അതായത് എന്തോ ഒരു റിവറോ എന്തോ ഉണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല. റിവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കടന്ന് നമ്മൾ നേരെ കിടക്കുന്നത് അരുണാചലിലേക്ക്. ആ ഒരു ഭാഗമൊക്കെ എന്ത് രസമാണെന്നറിയോ? യെസ്, അങ്ങനെ അരുണാചൽ കയറി. അരുണാചലിലേക്ക് ഇങ്ങോട്ട് കടന്നോട് കൂടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഒരു റിവർ പോകണം നോക്കിയേ. കയറിയ ഉടനെ തന്നെ റിവർ ഇങ്ങനെ ഒലിച്ച് പോകുന്നു. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ദൂരെ ആ കാണുന്നത്, അവിടെ കാണുന്നതൊക്കെ ഭൂട്ടാനാണ് കേട്ടോ. എനിക്ക് ഫോണിൽ നെറ്റ്വർക്ക് ഇല്ല. എൻ്റെ ഫോൺ പിടിച്ചേക്കുന്നത് അവിടുത്തെ ഏതൊരു ടവറാണ്. അവിടെ ആ ഭാഗത്ത് ഏതൊരു ടവർ കാണാനുണ്ട്. ആ ഭൂട്ടാനിലെ ടവറാണ് പിടിച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡാറ്റയും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടപ്പോൾ ഇങ്ങനെ വണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. കുറച്ചപ്പുറത്ത് ഒരു 1/2 കിലോമീറ്റർ മുമ്പ് കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിറച്ച് ഇതുണ്ടായിരുന്നു, ലിക്കർ ഷോപ്പുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ വില കുറവാന്ന് തോന്നുന്നു. അപ്പോൾ ആസാമിൽ നിന്ന് നിറച്ച ആൾക്കാർ വന്ന് ഇവിടെ വന്ന് മേടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഒട്ടും വെള്ളമില്ലായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് 90 കിലോമീറ്റർ ഉണ്ട് ഷേർഗാൻ വരെ. ഈ വഴി ഇങ്ങനെ പോകണം. ഇതുപോലത്തെ റോഡ് തന്നെ ആയിരിക്കാനാണ് വഴി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ക്യാമറയിൽ ചാർജൊക്കെ തീർന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് കപ്പലണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചൊന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. പിന്നെ കൂടെ ഈ കാഴ്ചകളും. അപ്പോൾ അവിടെ വെള്ളം മേടിക്കാൻ നിർത്തിയപ്പോൾ അവർ പറഞ്ഞാൽ നല്ല വഴിയാണെന്നാണ് പറഞ്ഞത്, അടിപൊളി വഴിയാണെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഗുവാഹട്ടിയിൽ നിന്ന് കേട്ടത് ഈ വഴി ഭയങ്കര മോശമാണെന്നാണ്. അതിലും കുറച്ച് നേരം ക്യാമറ ഒന്ന് ചാർജ് ആവട്ടെ. ഇവിടെ പവർ ബാങ്കിൽ കുത്തിവെച്ചേക്കാം. ഇവിടെ ഉള്ളത് ചാർജ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്ന് ചാർജ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പോവാം.
അരുണാചൽ പ്രദേശ് പോലീസ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മലേറിയ ഫ്രീ ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വെൽക്കം ടു വെസ്റ്റ് കാമെങ്. അപ്പോൾ ഇവിടെ നമ്മൾ നിർത്തി നമ്മുടെ പെർമിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കേണ്ടി വരും. ഓക്കെ, ആണ് ചെക്ക് പോസ്റ്റ്. ഇവിടെ നമുക്ക് ILP കാണിച്ചിട്ട് പോകാൻ പറ്റുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, അവിടെ വീഡിയോ എടുക്കാൻ പാടുണ്ടാവില്ല. നോക്കട്ടെ. ക്യാ ക്യാ ദിഖാനാ സർ? हाँ ILP है ना? हाँ फ़ोन में दिखाऊँ या? अच्छा, നന്നായി പ്രിൻ്റ് ഔട്ട് എടുത്തത്. ഒരു പ്രിൻ്റ് ഔട്ട് ഇവിടെ കൊടുക്കണത്ര, അല്ലെങ്കിൽ നമ്മൾ പോയി എടുത്തിട്ട് വരണം. KL08 BQ. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളവിടെ കോപ്പി കൊടുക്കുക. നമ്മുടെ വണ്ടി നമ്പർ, ഫോൺ നമ്പർ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. അവരത് എഴുതി വയ്ക്കും. എന്തോ ഒരു നമ്പറും എഴുതി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് കിടക്കുന്നവർക്ക് ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറും അവിടെ എഴുതി വെച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ഒഫീഷ്യലി അരുണാചലിൽ കയറിയിരിക്കുന്നു സുഹൃത്തുക്കളായി. ഇങ്ങോട്ട് കടന്നോട് കൂടിയിട്ടുണ്ടല്ലോ, വീടുകളിലേക്ക് സ്റ്റൈല് മാറിയുണ്ടോ. വീടുകളും കടകളൊക്കെ വേറെ ഒരു രീതിയിലായിട്ടോ. നിറച്ചും ലിക്കർ ഷോപ്സാട്ടോ, നിറച്ചും ലിക്കർ ഷോപ്സാണ്. അപ്പോൾ ഈ മേഘാലയയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ. ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ട വീടുകൾ ആസാമിൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ഇവിടെ എന്താ ഗവൺമെൻറ് ഓഫ് അരുണാചൽ പ്രദേശ് റേഞ്ച് ഓഫീസർ, അതിൻ്റെ പോസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇതേ ഒരു 2 കിലോമീറ്റർ ഇതുപോലെ മോശം വഴിയാണെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ നല്ല വഴിയിലേക്ക് കിടക്കുമെന്നും പറഞ്ഞു. ഒക്കെ നിറച്ച ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ബുദ്ധിസ്റ്റ് ഫ്ലാഗുകളൊക്കെ നോക്കിയേ, എന്തൊക്കെ വ്യത്യാസമല്ലേ. ഒരു ബോർഡർ കടന്നോടുകൂടി നമുക്ക് വഴിയൊന്ന് ചോദിച്ചിട്ട് പോകാം. शेरगांव का रास्ता यही है ना? यही है ना? सीधा ठीक है. रास्ता अच्छा है? अच्छा अच्छा ठीक है. ഇതിനേക്കാൾ നല്ല റോഡായിരിക്കും ഇത്ര. ചെറിയ ചെറിയ കടകൾ അതിൻ്റെ മുകളിലേക്കൊക്കെയാണ്. എവിടേക്കോ കയറി പോകണം. എന്തായാലും മഴ കിട്ടും. ആ ഭാഗത്ത് നിറച്ചും മേഘമാണ്. ഇത്രയും നേരം വന്നുകൊണ്ടിരുന്ന ചെറിയ വഴിയിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടി വലിയൊരു വഴിയിലേക്ക് കയറി കേട്ടോ. വീതി കൂടിയൊരു വഴിയിലേക്ക് കയറി. ആൾക്കാർ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് പോണ പോക്ക് നോക്കി. 4 മണിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു 3 മണിക്കൂറും കൂടി വണ്ടി ഓടിക്കാനുണ്ട്. 85 കിലോമീറ്റർ. പക്ഷേ ഓടിച്ച് ഷെർഗാവിൽ എത്തിക്കഴിഞ്ഞിട്ട് എവിടെ പോയി താമസിക്കുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ മാപ്പിൽ കുറച്ച് ഹോം സ്റ്റേസ് ഒക്കെ നോക്കി വെച്ചിരുന്നു. പക്ഷേ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. 3000-4000 രൂപയൊക്കെയാണ് ഒരു രാത്രി. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഒതുങ്ങുന്ന ഒരു ബഡ്ജറ്റിൽ പറ്റിയൊരു റൂമും കൂടി തപ്പിപ്പിടിച്ച് വരുമ്പോൾ ഒരു നേരം ആവേണ്ടതാണ്. ഇപ്പോൾ സമയം കാണിക്കുന്നത് 6:27 എത്തുന്നതാണ്. അത് 7-7:30 ആവാം. അപ്പോൾ എന്തായാലും എന്തേ അരുണാചലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ക്രൂയിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇതുപോലെ ചെറിയ മരം കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ ആട്ടോ. വീടും കടകളുമൊക്കെ. ഇതൊരു വലിയ പാലം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട റിവറിനെയും തോന്നുന്നു ക്രോസ് ചെയ്യാൻ പോണേ. ഇതിലെ റോഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ഗംഭീര കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കിയതാ കേട്ടോ. നിങ്ങൾ നോക്കിയേ എന്തൊരു രസമാണ്. ആ കാണുന്നത് മൊത്തം ആസാമിൻ്റെ പ്ലെയിൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ മൗണ്ടൻസ് ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ കൂടെയാണ് ഇങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് ഈ മലയുടെ മുകളിലേക്ക് കയറിയത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കടൽ തീരത്തൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ കാണില്ലേ, ഇങ്ങനെ തീരത്ത് നിന്ന് നോക്കുമ്പോൾ കടൽ ഇങ്ങനെ അന്തമില്ലാതെ അറ്റത്തേക്ക് ഇങ്ങനെ കിടക്കണം. അതേപോലെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഒരു പോയിന്റിൽ ഈ ഭൂമിയും ആകാശം കൂടി മുട്ടുന്നൊരു ഭാഗത്ത് ഒരു വൈറ്റ് ഒരു ലൈൻ കാണാം കേട്ടോ. അതെന്താണെന്നറിയോ? ബ്രഹ്മപുത്ര റിവറാണ്. അപ്പോൾ ആ റിവർ ഇങ്ങനെ നമുക്ക് ഈ അറ്റത്ത് നിന്ന് ആ അറ്റം വരെ ഇങ്ങനെ കാണാം. നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്തിട്ടൊരു ക്ലിപ്പ് കാണിച്ചു തരാം. അതിൽ കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുള്ളൂ. ശരിക്കും ഒരു വെള്ള ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഇവിടെ നിന്ന് ഈ അറ്റം തുടങ്ങി ആ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഭയങ്കര രസമുള്ള കാഴ്ചയാണ്. ഇത് കൂടാണ്ട് ആ ഒരു ഭാഗത്ത് നോക്ക്, അവിടെ നിന്ന് ഇങ്ങനെ വെയിലടിച്ചിട്ട് അവിടുത്തെ മരമൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കണേ. എനിക്ക് തോന്നണുണ്ടല്ലോ ഞാനൊരു 10 ദിവസം തവാങ് എന്നുള്ളൊരു ഐഡിയയിൽ വന്നതാണ്. ഞാൻ 10 ദിവസത്തിൽ കൂടുതൽ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളീ പോകുന്ന വഴിയിലുണ്ടല്ലോ സൈഡിലൊക്കെ തക്കാളി കൃഷിയാട്ടോ. അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ഈ ചെരുവിലാണ്, മലയുടെ ചെരുവുകളിലാണ് ഇതിങ്ങനെ കൃഷി ചെയ്യുന്നത്. അപ്പോൾ കിടക്കട്ടെ ഏട്ടാ, ഇത് കണ്ട
ഇങ്ങനെ എല്ലായിടത്തും ഇതുപോലെ കുറേ സ്ഥലത്ത് ഈ ഫ്രെയിം മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇതെന്താന്ന്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് ഈ തക്കാളി കൃഷി കണ്ടു തുടങ്ങി. എല്ലാത്തിലും എന്തേ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതേ നോക്കി എന്തോ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്തോ ഒരു പാട പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി കൃഷിയാണ് ഈ ചെരുവുകളിൽ മൊത്തം. ഇതൊക്കെ അങ്ങനെ വെജിറ്റേഷനൊക്കെ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗ്രാമം പോലെ കാണുന്നുണ്ട്. ഈ കുന്നത് ഇവിടുന്ന് താഴ്ത്തേക്കൊക്കെ അത് കേട്ടോ മൊത്തം തക്കാളിയാണ്. ഈ ഭാഗത്തൊക്കെ തക്കാളി കൃഷി, അവിടെ തക്കാളി കൃഷി. ആ ഒരു ഭാഗത്തായിട്ട് മാത്രം ഇങ്ങനെ വെയിലടിച്ച് നിൽക്കണുണ്ടോ, നല്ല രസമില്ലേ. അവിടെ ഏതൊരു വില്ലേജ് ഉണ്ട് ആ ഭാഗത്ത്, നിറച്ച് വീടുകളും കടകളൊക്കെ ആയിട്ട്. ലാമാസ് ഹോം സ്റ്റേ ആൻഡ് ട്രാവലേഴ്സ് ഹോസ്റ്റൽ എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതാണോ അപ്പുറത്തെ ആണോ എന്ന് എനിക്കറിയില്ല. ഒന്ന് കയറി ചോദിച്ച് നോക്കാം. ഹലോ, കണ്ട റൂം എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സംസാരിച്ച അവസാനം 1400 പറഞ്ഞത്. സംസാരിച്ച് 900 ആയിട്ടുണ്ട്. അതിൻ്റെ ബാത്റൂം പുറത്താണ്. അപ്പോൾ വേറെ ആർക്കും യൂസ് ചെയ്യുന്ന ബാത്റൂമാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു ദിവസം നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ നാളേക്ക് അറിയില്ല, എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എന്തായാലും അത് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ അരുണാചൽ ഭാഗത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ചീപ്പായിട്ടുള്ള സ്റ്റേ കിട്ടാൻ. ഒരു മിനിമം 1000-1500 കുറഞ്ഞ കേസ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് നല്ല റൂമാണ്, അത്യാവശ്യം വലിയ റൂമാണ്, നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. വൈഫൈ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല, ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും വണ്ടി കയറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇന്നലെ വൈകുന്നേരം റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു ഉടനെ പോയി കുളിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് വെറുതെ കിടന്നതാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമായിരുന്നു. കിടന്നത് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ എണീക്കുന്നത് 8:30 അപ്പോൾ ഇവിടെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ 8:30 ആയപ്പോഴത്തേക്കും ഈ ഒരു ഭാഗമൊക്കെ മൊത്തം ഉറങ്ങി. ഇപ്പം തന്നെ ആൾക്കാരില്ല. അപ്പോൾ രാത്രിയിലത്തെ കാര്യം പറയണ്ടല്ലോ, ആരും ഉണ്ടായിരുന്നില്ല. ആ കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2-3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ആ ഭാഗത്തേക്കൊക്കെ നടന്നു. ആദ്യം ഒരു സ്ഥലത്ത് കയറിയപ്പോൾ ഒട്ടും വൃത്തിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ തിരിച്ച് നടന്നു. എന്നിട്ട് ഇവിടുത്തെ ഓണറിനെ വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവർ രാത്രി ചപ്പാത്തിയും ദാലും സബ്ജിയൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് തന്നു. നല്ല ഫുഡായിരുന്നു. അത് കഴിച്ച് ഞാൻ കിടന്നു. രാവിലെ എനിക്ക് ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നായിട്ട് വിചാരിച്ചത്. പക്ഷേ എനിക്കിപ്പോൾ നല്ല മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ ഭാഗം കണ്ടറിഞ്ഞൂടെ, നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞൊരു തോർന്നൊരു ഫീലാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തൊരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രേയേഴ്സ് കേൾക്കുന്നുണ്ട്. ഇവർക്ക് എന്തൊരു ഹോളി മന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വഴിയിൽ വണ്ടികളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇതുപോലെ കുറേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് കേട്ടോ. അതായത് ഈ സ്ഥലം കുറച്ചും കൂടി ഒരു ടൂറിസ്ട്രി ആയിട്ട് അതിൻ്റെ ആ ലക്ഷണങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ ഉണ്ടെന്ന് ആൾ പറയണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് വണ്ടി എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ബാഗ് എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്, ഡ്രസ്സും എടുത്തിട്ടുണ്ട്. ഇൻ കേസ് കുളിക്കാൻ പറ്റുന്ന വെള്ളച്ചാട്ടമാണെങ്കിൽ നമുക്ക് കുളിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 6700 ഫീറ്റ് എബോവ് സീ ലെവലാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ഗുവാഹട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഏകദേശം 300 ഫീറ്റ് എബോവ് സീ ലെവലും കണ്ടായിരുന്നു. അത് അതിന് താഴെയായിരുന്നു. അപ്പോൾ നമ്മൾ അത്രയും ദൂരം ഇന്നലെ മുകളിലേക്ക് കയറി. वाटरफॉल हाँ हाँ कितना दूर है वाटरफॉल का? वाटरफॉल ना हाँ आपका ये जैसे आप जाएगा ना हाँ यहाँ जाने में आपको थोड़ा आगे आपको ये
ओकले रिजोर्ट के ओकले रिजोर्ट ओके रिसोर्ट ओके ओके उसका अंदर से जाना पड़ेगा आपको। ओके आप फिशिंग करते हो या किसी ने हम ड्यूटी किया था, ड्यूटी वैक्सीन मारने गया था, वैक्सीन अच्छा गाय का वैक्सीन। अच्छा अच्छा गाय का अच्छा 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 ठीक है सुबह सुबह आजकल सुबह सुबह गाय सुबह से मिलते हैं, शाम को नहीं क्या था ये हाँ हाँ मॉर्निंग के नहीं मिलते, Okay. मॉर्निंग मतलब आफ्टरनून को नहीं मिलते हैं, हाँ 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 गाय का जंगल में छोड़ देते हैं ना, अच्छा अच्छा इसलिए सुबह सुबह जाना पड़ता है, सुबह जाके वैक्सीन मार के अच्छा तब ये लोग ये ओनर लोग गाय के छोड़ देते हैं, हाँ जंगल में छोड़ देते हैं, ओके जब वैक्सीन मार गया था ओके ये फूड एंड माउथ डिजीज का, फूड एंड माउथ डिजीज फूड एंड माउथ डिसीज जो गाय का होता है ना। अच्छा अच्छा ഓക്ലേ ഗ്രൂവ് ഈ വഴി പോകാനാ പറഞ്ഞത്. ആഹാ ഇതാണ് ചേട്ടൻ പറഞ്ഞ ഓഫ് റോഡ് കേട്ടോ. തോട് ക്രോസ് ചെയ്ത് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് രസമുള്ള സ്ഥലമല്ലേ. നന്നായി ഷൂസ് എടുത്തിടാത്തത്. ഹായ് നോ 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 റോങ് സൈഡിലൊന്നും നിൽക്കല്ലേ ഇവിടെ. ചെരുപ്പിൻ്റെ അകത്തൊക്കെ നിറച്ച് വെള്ളമായി. ആ ഒരു ഭാഗത്ത് മൊത്തം തക്കാളി കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ട പോലെ കണ്ടോ അങ്ങനെ ഫ്രെയിംസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ അതിനൊരു താങ്ങൊക്കെ കൊടുത്ത് അവിടെ മൊത്തം ഇതൊക്കെ തക്കാളി കൃഷിയാണ്. ആ വാട്ടർഫോളിൽ നിന്ന് ഒലിച്ചു പോകുന്ന വെള്ളം തോന്നുന്നു. അപ്പോൾ ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കണം. ഇവിടെ ഒരു ആർമിയുടെ യൂണിറ്റ് ഉണ്ട് കേട്ടോ. ഡ്രോൺ പറപ്പിക്കാൻ പേടിയാണ് അവിടെ അരുണാചലിൽ കയറി. പിന്നെ മുട്ടിന് ഇതുപോലെ ആർമി യൂണിറ്റുകളാണ്. അപ്പോൾ ഒന്നാമത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡ്രോണൊക്കെ പറത്തി കഴിഞ്ഞ് അതങ്ങ് വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ തീർന്നു. ഇവിടെ ഒരു ഓക്ലേ ഗ്രൂവ്സ് എന്ന് പറഞ്ഞ ഒരു ഫാം ആൻഡ് റിസോർട്ട് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്ന് പറഞ്ഞ് ചോസ് കൊറോങ് എന്നാണ് കേട്ടോ ഈ വാട്ടർഫോളിൻ്റെ പേര്. ഒരു പശുവിൻ്റെ തൊഴുത്തൊക്കെ ഉണ്ട്. ഓറഞ്ച് മരങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഓറഞ്ച് ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ ആപ്പിളും ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോണത്. അതായത് ഈ ഫാം സ്റ്റേയുടെ ഉള്ളിൽ കൂടെയാണ് പോണത്. ഈ ഭാഗത്ത് കുറേ ഇതുപോലെ ഫാം സ്റ്റേസും റിസോർട്ട്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒറ്റയ്ക്ക് പോയി അവിടെ നിന്ന് താമസിക്കാൻ അത് കുറച്ച് എക്സ്പെൻസീവാണ്. എനിക്ക് തോന്നുന്നത് 5000-6000 രൂപയൊക്കെ ഉണ്ടാവും ഒരു ദിവസം. ഡോമിക്കുട്ടനെ ഇവിടെ പാർക്ക് ചെയ്തു കേട്ടോ. ഇത് ഇവിടെയൊക്കെ ആ മരങ്ങളുണ്ട് കേട്ടോ. ഇത് ഓറഞ്ചാണോ അല്ലെങ്കിൽ ഈ ഭാഗത്ത് പേഴ്സിമൺ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ മാത്രം ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഈ പേഴ്സിമൻ്റെ ഇതും ആവാം കേട്ടോ. മരമായിരിക്കും അത്, എനിക്ക് ഉറപ്പില്ല. എന്തായാലും നമുക്ക് വാട്ടർഫോളിൻ്റെ അവിടേക്ക് നടക്കാം. ഇവിടെ സൈഡിലുണ്ടല്ലോ ഈ റിസോർട്ടിൻ്റെ ചെറിയ ക്യാബിൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ എ ഷേപ്പിലുള്ള ക്യാബിൻസ് പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കണമെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടക്കണം. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണമെങ്കിൽ ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്ന് വേണം പോകാൻ എന്നാണ് പറഞ്ഞത്. അവിടെ മുകളിൽ ഞാൻ അവിടെ കഫറ്റീരിയയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലെ വെള്ളത്തിൽ കൂടെ അങ്ങനെ വരം പിടിച്ച് നടക്കാം. നിറച്ചും കൊതു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, എൻ്റെ തലയുടെ ചുറ്റും നിറച്ചും കൊതു. ഇതേ എന്തോരം കൊതു. അതിങ്ങനെ ബൈക്ക് ഓടിക്കുമ്പോഴും ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഹെൽമെറ്റിൻ്റെ ഇടയിൽ കൂടെ കണ്ണിൻ്റെ ഇടയിലൊക്കെ പോവും. അങ്ങനെയാണ്. അപ്പോൾ നമുക്കിതിലെ കുറച്ച് നടന്നു പോകാം. കുറച്ചേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും നനഞ്ഞ് പാൻറ്റും നനയും ഉറപ്പായിട്ട്. അപ്പോൾ നടക്കാൻ അങ്ങോട്ട്. ഭയങ്കര തണുപ്പാട്ടോ. പിന്നെ കാല് ഇറുക്കുന്ന പോലെ തണുപ്പാണ്. എന്തൊരു കൊതുവാ. ഈ ഒരു പോയിന്റിൽ വാട്ടർഫോൾ നമുക്ക് ദൂരത്ത് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ ഒരു സ്ഥലത്ത് കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കൂടെ സുഖമായിട്ട് നടന്നു പോകും. പിന്നെ വെള്ളം ശല്യം ചെയ്യില്ല. ഇത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആട്ടോ. ഇതിങ്ങനെ കണ്ണിൽ പോവാ. ഇടയിൽ നമ്മളിങ്ങനെ കണ്ണ് ചിമ്മുമ്പം ഇതിൻ്റെ ഇടയിൽ പോവാ. അപ്പോൾ ഭയങ്കര നീറ്റം. കൊതുവാണോ അതോ എന്തോ തരം ഈച്ചയാണോ എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഈ സംഭവം നിറച്ചിട്ടുണ്ട് ഇവിടെ. എത്ര ആട്ടി കളഞ്ഞിട്ട് പോകണില്ല. നല്ല തണുപ്പൊക്കെയാണ്. ഒന്ന് കുളിക്കാൻ പറ്റുമോ നോക്കാണ്.
പറ്റുന്ന തോന്നുന്നില്ല. എൻ്റെ ഭാര്യ വേണമായിരുന്നു കേട്ടോ. രശ്മിക്കാണ് ഇതൊക്കെ ഇഷ്ടമാവുക. ഭയങ്കര തണുപ്പ്. സംഭവം പൊളിയല്ലേ, അൾട്രാ പൊളിയല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഈ വെള്ളച്ചാട്ടം നമുക്ക് അവിടെ നിങ്ങോട്ടുള്ള ഡ്രൈവും അരുണാചലിൻ്റെ ഭംഗിയും ഇതൊന്നല്ല, എന്തൊരു കൊതുവാണിത്. നമ്മളിനി അങ്ങോട്ട് കയറുന്നവരുണ്ടല്ലോ, ഇതിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഈ കൂടിക്കൂടി വരുന്ന ഭംഗി കാണാൻ ഇനി വരുന്ന എപ്പിസോഡുകൾ മുടങ്ങാതെ കാണുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇന്നൊരു ദിവസം കൂടി ഇവിടെ ഷെർഗാണിൽ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.